ഹായ് ഗഡീസ്, എൻ്റെ പേര് നിമിഷ. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ പേര് അരവിന്ദ്. എൻ്റെ വീട് ആലപ്പുഴ. അപ്പോ ഞങ്ങള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള കുറെ നാളുകളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ചിന്തയായിരുന്നു. അപ്പോ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ തുടങ്ങണം, ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു ധാരണയില്ലായിരുന്നു. അപ്പോഴാണ് ഞങ്ങള് ഞങ്ങളുടെ പരിചയത്തിലുള്ള 2 ഫ്രണ്ട്സിനെ കണ്ടത്. അപ്പൊ അവരിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവര് എടുത്ത വീഡിയോകള് ഇങ്ങനെ കാണിച്ചു തന്നു. അതെല്ലാം കണ്ടപ്പോ ഞങ്ങൾക്കൊരു ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. ഇത് തന്നെയാണല്ലോ നമ്മുടെ മനസ്സിലുള്ള വീഡിയോസ് എന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്നു. അപ്പോ അവര് ഒരു ചെറിയ കോൺഫിഡൻസ് തന്നപ്പോ തന്നെ നമ്മൾ പിറ്റേ ദിവസം തൊട്ട് അങ്ങ് ഇത് തുടങ്ങുവാണ്. അപ്പോ അതാണ് പരിപാടി. അപ്പോ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പേര് പറഞ്ഞ പോലെ എൻ്റെ പേര് അരവിന്ദ്, നിമിഷ. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പഠിച്ചതാണ്. കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് ഞങ്ങളുടെ കോളേജിന്റെ പേര്. കോളേജിന്റെ പേര് പലതവണ ഒരു മാറ്റും. എന്താണ് ഞങ്ങൾ തുടങ്ങിയപ്പോ SME, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷെ SME ആണ് ക്ലാസിക്കലി, അതാണ് അതിന്റെ പേര്. അപ്പോ ഞാന് 2010 ഫിസിയോതെറാപ്പി ബാച്ചാണ്. ഞാൻ അവിടെ പഠിച്ചത് BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി 2011 ബാച്ച് ആയിരുന്നു. നമ്മുടെ രണ്ടാളും ഗാന്ധിനഗർ ബാച്ച് ആയിരുന്നു. ഗാന്ധിനഗർ ആയിരുന്നു നമ്മുടെ അതായത് സെന്റർ. ആ കോളേജിലാണ് നമ്മൾ പഠിച്ചത്. അതിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ മെയിൻ സെന്ററിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഞങ്ങള് 2020 ആണ്. ഞങ്ങള് 2017 ഞങ്ങള് കല്യാണം കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മള് കല്യാണം കഴിഞ്ഞിരുന്നു. അതിനുശേഷം 2020 അതായത് കോവിഡ് എല്ലാം അവിടെ കത്തിപ്പടർന്ന് വരുന്ന സമയത്താണ് ഞങ്ങള് ഓസ്ട്രേലിയയിലേക്ക് വന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങള് പണ്ടേ തുടങ്ങിയതാണ്. പക്ഷെ അതെല്ലാം നടന്നത് ഈ ഇതിലാണ്, 2020 അപ്പൊ നമ്മൾ എന്തോ ഒരു ലക്കിലാണ് നമ്മള് ഓസ്ട്രേലിയയിൽ എത്തിയത്. നമ്മള് സ്റ്റുഡന്റ് വിസയിലാണ് വന്നത്. അപ്പൊ നമുക്ക് വിസ വന്ന് നമ്മള് പിറ്റേ ദിവസം തന്നെ ഫ്ലൈറ്റ് എടുത്ത് ഓസ്ട്രേലിയയിൽ എത്തി ഒരാഴ്ച കഴിഞ്ഞതും ഫുൾ ആയിട്ട് അവരെ അടച്ചിരുന്നു. പിന്നെ ഒരാൾക്കും ഇങ്ങോട്ട് വരാനോ പോവാനോ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ എന്തോ ലക്കായിരുന്നു നമ്മള് ഇവിടെ വരാൻ പറ്റിയത്. അതായത് ഞങ്ങൾ കുറെ നാളുകളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുറെ നാളുകളായിട്ട്. അപ്പൊ ആ സമയത്ത് നടന്നില്ല. പിന്നെ ഈ കോവിഡിന്റെ ടൈം വന്നു. മൊത്തം ഒരു ഇരുട്ടിലോട്ട് പോകുന്ന സമയത്താണ് ഒരു വെളിച്ചം പോലെയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ഇത് വന്നത്. പക്ഷെ വിസ വന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട്. പക്ഷെ വന്നു അടുത്ത ആഴ്ച മുതൽ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വീണ്ടും ഒരു കിളിപോയൊരു അവസ്ഥയായിരുന്നു ആക്ച്വലി. പിന്നെ സർവൈവ് ചെയ്തു. ബേസിക് ഇൻസ്റ്റിങ്ക്ട് അതാണല്ലോ, സർവൈവ് ചെയ്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഇവിടെ ഞാനായിരുന്നു സ്റ്റുഡന്റ് ആയിരുന്നത്. ഞാൻ എന്നിട്ട് മാസ്റ്റേഴ്സ് ഇൻ ലബോറട്ടറി മെഡിസിൻ RMIT യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ ദൈവം സഹായിച്ച് ഞങ്ങളുടെ പ്രൊഫഷണൽ ആയാലും തന്നെ വർക്ക് ചെയ്യാണ്. ഇവിടുത്തെ ഒരു ആൽഫ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലില് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാന് ഈ പറഞ്ഞ നാട്ടില് ഫിസിയോതെറാപ്പി ആണല്ലോ. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് അസസ്മെന്റ് പാത്വേകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പൊ കോഴ്സ് എടുത്തില്ലെങ്കിൽ, അതായത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മേ ബി ഞാൻ അതിലൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യുമായിരിക്കും. അപ്പോ ബേസിക്കലി ഇപ്പൊ നാട്ടില് നമ്മള് കോഴ്സ് ഫിസിയോതെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കോഴ്സ് വെച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എക്സാംസുകളുണ്ട്. അതിന് സ്റ്റാൻഡേർഡ് അസസ്മെന്റ് പാത്വേ എന്നായിരുന്നു ഞാൻ ചെയ്തു തുടങ്ങിയ സമയത്തുള്ള പേര്. അത് ഓസ്ട്രേലിയൻ ഫിസിയോതെറാപ്പി കൗൺസിലാണ്. അപ്പൊ അവര് കുറെ എക്സാമുകൾ നടത്തും. ഒരു റിട്ടൺ എക്സാം ഉണ്ട്, പിന്നെ 3 പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ക്ലിനിക്കൽ, കാർഡിയോ, ന്യൂറോ, മസ്കുലോസ്കെലറ്റൽ, ഇതിൽ ഓരോന്നിനും ഓരോ എക്സാം ഉണ്ട്. അപ്പോ അതിനെല്ലാം ഞാൻ സിറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒരു ലോഡ് പടം വെട്ടി ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ നിലവിൽ ഞങ്ങൾ രണ്ടും ഫുൾ ടൈം വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പൊ കുറെ ഇപ്പം കോവിഡിന്റെ ടൈം തൊട്ട്
കുറെ നാളത്തേക്ക് നമുക്ക് തന്നെ ഒരു റിലേ ഇല്ല എന്നുവെച്ചാല് കുറെ എക്സാംസ് ഒരു പുകയാണ്, സ്ട്രെസ് പരിപാടികളൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ഈവൻ ഇപ്പോഴും നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി സ്ട്രെസ്ഫുൾ ലൈഫ് തന്നെയാണ്. ബെറ്റർ ആണ്. പക്ഷെ പ്രൊഫഷണൽ വർക്ക് എന്ന് പറയുമ്പോ തന്നെ ഏത് ഒരു പ്രൊഫഷണലിലും ഭയങ്കര സ്ട്രെസ്ഫുൾ വർക്കിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മൾ തന്നെ വിജയിച്ചു നോക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്റർടൈനിങ് ആയിട്ടുള്ള നമ്മളുടെ തന്നെ ജീവിതത്തിലുള്ള കുറച്ച് വീഡിയോസ് ഇടാന്ന്. ഞങ്ങൾക്കത് എന്റർടൈൻമെന്റ് ആണ്, നിങ്ങൾക്കത് എന്റർടൈൻമെന്റ് ആണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല ആക്ച്വലി ഇവിടെ ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള മല്ലു ട്രിഗർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഞാൻ നടത്തുന്നുണ്ട്. അത് ഒരു യൂട്യൂബ് ചാനലിനേക്കാളും ഒരു ഫാമിലി ട്രസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അതായത് ഞാൻ തുടങ്ങി ഓഫ് കോഴ്സ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഗെയിം കളിക്കും. എനിക്ക് ഈ PS5 ഗെയിം കളിക്കുന്നത് താല്പര്യമുള്ള ആളാണ്. അപ്പൊ ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വന്നിട്ട് അരമണിക്കൂർ ഗെയിം കളി പരിപാടിയുണ്ട്. അപ്പൊ കോൾ ഓഫ് ഡ്യൂട്ടി അതാണ് ഞാൻ കളിക്കുന്നത്. ഞങ്ങൾക്ക് അതായത് ഗെയിം കളിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്താണ് PS5 ഒക്കെ വാങ്ങിയത്. അതിന് മുമ്പ് നമ്മൾ ഫോണിലാണ് കളിച്ചോണ്ടിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഓക്കെ ഈ ഗെയിം അതായത് ഈ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഗെയിം PS5 ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അടുത്താണ് അത് വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അത് അല്ല ഇത് വേറൊന്നുമല്ല, ഇത് ഫോണിൽ കളിക്കുമ്പോ നമ്മള് പുലികളായിരുന്നു. പക്ഷെ നമ്മള് അതിൽ നിന്ന് മാറി സ്വിച്ച് ചെയ്ത് ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ധാരണയില്ല. പക്ഷെ ഞങ്ങളത് ഓക്കെ അവിടെ നമ്മള് കളിച്ചു ഇങ്ങനെയൊക്കെ വന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇപ്പൊ യൂട്യൂബിൽ ഞാൻ വീഡിയോ കാണാറുണ്ടോ, വേറെ ആൾക്കാർ സ്ട്രീം ചെയ്യുന്നതിൽ കളിക്കുന്ന ആൾക്കാരുടെ ഞാൻ കാണാറുണ്ട്. അപ്പോ നമ്മുടെ മലയാളത്തിലുള്ള കുറെ പയ്യന്മാരുടെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവന്മാര് കളിക്കുന്ന കാണുമ്പോഴും ഓക്കെ അവന്മാരും അത്ര മാരകമായിട്ടുള്ള കളിയില്ല. അപ്പൊ അത് നോക്കിയപ്പോ ഓക്കെ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാലോ, എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണ്ടേ അങ്ങനെയുള്ള കുറച്ച് ചിന്താഗതി ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അതൊക്കെ മാറി ഇപ്പൊ നമ്മളെന്താണോ അല്ലെ നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്താൽ ഇടുന്നുണ്ട്. അത് കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല. കാണുന്നില്ല സീറോ വ്യൂസ് ആണ്. ഞാൻ പോലെ കാണുന്നില്ല. അതിന്റെ അകത്ത് സംഗതി എന്താ വേറൊന്നുമില്ല. ഇത് മറ്റേ സ്ക്രീന് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് നേരെ എഡിറ്റ് ഒന്നുമില്ല, നേരെ അതിനെടുത്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യും. അതിന് ഇപ്പൊ ഡിസ്ക്രിപ്ഷനോ ഇല്ലെങ്കിൽ അതൊന്നും മാറ്റില്ല, നേരെ അത് തന്നെയാണ് പരിപാടി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ അറിവ് കുറവും ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇതിങ്ങനെയാണ് വീഡിയോ അങ്ങനെ ചെയ്യാ. അപ്പൊ നമ്മൾ വിചാരിച്ച ഓക്കെ ഉള്ള അറിവൊക്കെ പരിമിതിയൊക്കെ വെച്ച് നമുക്ക് അങ്ങ് തുടങ്ങാം, പിന്നെ പതിയെ ഇംപ്രൂവ് ആക്കാം എന്നുള്ള രീതിക്കാണ് ഇപ്പൊ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ആക്ച്വലി തുടങ്ങിയത്. ഇപ്പൊ നല്ല വീടുണ്ട്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നല്ല, ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2025 നവംബർ 30 ഇന്നലെ, അതായത് നവംബർ 29 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ആ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ മെൽബണിലാണെങ്കിലും മെൽബണില് സിറ്റിയില് ഇങ്ങനെ ഒരു വലിയൊരു ഹോട്ടലിലോ ഇങ്ങനെ മുകളിലുള്ള നിലയിലൊക്കെ ഉള്ള ഹോട്ടലിലൊന്നും നമ്മള് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് സ്റ്റേ ചെയ്തിട്ടില്ല. ഓഫ്കോഴ്സ് ഒടുക്കത്തെ പൈസയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇങ്ങനത്തെ കുറച്ച് ഫാന്റസി ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉള്ള കാരണം കൊണ്ട് എന്നാ പിന്നെ ഇപ്പൊ നടത്തിയില്ലെങ്കിൽ പിന്നെ എപ്പ നടത്താനാണെന്നുള്ള രീതിക്ക് രണ്ടും കൽപ്പിച്ച് നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോ നമ്മള് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മള് ശരിക്കും പറഞ്ഞ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ പക്ഷെ വഴിയെ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും നമ്മളെ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ വരുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞു തുടങ്ങി മല്ലു ട്രിഗറിന്റെ കാര്യം. മല്ലു ട്രിഗറിൽ ഞാനുണ്ട്, നിമിഷയുണ്ട്, പിന്നെ മൂന്നാമതൊരാൾ വന്നത് നിമിഷയുടെ അമ്മയാണ്. നിമിഷയുടെ അമ്മ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നിമിഷയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് ഞങ്ങള് ലോഗിൻ ചെയ്തു. അമ്മ പോലും അറിയാതെ എടുത്തു. പിന്നെ എന്റെ അനിയൻ ചേർന്നു, നിമിഷയുടെ അനിയത്തി ചേർന്നു, എന്റെ അനിയന്റെ കൂട്ടുകാരി ചേർന്നു. അങ്ങനെ ഇപ്പോ മല്ലു എന്താണ് മല്ലു ട്രിഗർ പേര് എന്താ പറയുക, അതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചരിത്രം. അപ്പോ പിന്നെ ഞങ്ങള് ആലോചിച്ചു ആക്ച്വലി
നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം വർക്കിംഗ് ആയതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ പരിപാടി, ജോലിയിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പൊ പിന്നെ ശനി ഞായറുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോ അതിനൊക്കെ ഒന്ന് ജേണല് ഇല്ലെങ്കിൽ ഒരു റെക്കോർഡിക്കലാക്കുക. അതാണ് ഞങ്ങള് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒന്ന് നോക്കാലോ, ഒന്ന് ഇന്ന ദിവസം ഞങ്ങൾ ഇന്ന ചെയ്തു എന്നുള്ള ഒരു ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഇതിപ്പം ഇതായില്ലേ, ഇപ്പൊ നമുക്ക് തന്നെ ആരും കണ്ടില്ല, നമുക്ക് കാണാനോ നമ്മൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തിരുന്ന് ഇന്നയൊക്കെ പറയുന്നത്. അതാണ് പരിപാടി ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശം. ഇത് എന്ത് ചാനലാണ്, എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള യാതൊരു ധാരണയില്ല. ഇപ്പം എന്താ പറയണ്ടേന്ന് പോലും ഞങ്ങൾക്ക് ധാരണയില്ല. അതുകൊണ്ടാണ് ഇയാൾ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പരിപാടികള്. അപ്പൊ ആള് ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ പരിപാടി നമ്മള് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ നമ്മള് പോവാണെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷൻ തരാം. ഇൻഫർമേഷൻ അല്ല, ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാലും നമ്മൾ ചെയ്യുന്നതാണോ അത് അതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പാസ് ഔട്ട് ചെയ്യാന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസ് വഴി ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്നൊരു വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോവിഡിനെ ഞങ്ങൾ സർവൈവ് ചെയ്തു. അത് കോവിഡ് സർവൈവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ നാട് വിട്ട് ആ സമയത്ത് ഭാഷ അത്ര ഓക്കെ അല്ല. ഓൾറെഡി കോവിഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചലഞ്ചാണ്. അതിന്റെ ഇടക്ക് അതിനേക്കാളും വലിയ ചലഞ്ചിലാണ് ഞങ്ങളിവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നുള്ള സ്ട്രഗിൾസ്, അങ്ങനെ കുറെ പരിപാടികളുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി എന്താ പറയണ്ടേ, ഇപ്പോ ഞങ്ങള് വന്നിരുന്ന ഒരു ഫേസ് ഉണ്ട്, അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോ ഈ എക്സാം എഴുതിയത് അതെങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ നിമിഷം ഇത് പഠിച്ച് അതിന്റെ പരിപാടി ഒന്നും അറിയാം. അപ്പൊ ഇതിനൊക്കെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീഡിയോ ആയിട്ടൊക്കെ ചെയ്യണം. ആർക്കെങ്കിലും ഗുണപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ, അതൊരു ചിന്ത ഒരു സൈഡിൽ കിടപ്പുണ്ട്. അതിലെന്തായാലും വീഡിയോ ചെയ്യുമായിരിക്കും. പക്ഷേങ്കിൽ ബേസിക്കലി ഇതാണ് ഒരു ഫണ്ണ് പരിപാടി. നമുക്ക് സ്ട്രെസ് ഇല്ലാതെ കുറച്ച് സമയങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് നമുക്കൊരു കുറെ ഇന്ററാക്ഷൻ വരുമല്ലോ നമ്മൾ തമ്മില്. മീൻസ് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതാണ് നമ്മള് ലക്ഷ്യം. ഇപ്പൊ ഭാവിയിലാണെങ്കിലും കുറച്ച് വീഡിയോസ് ഇറക്കുമ്പോ നമ്മള് ചിന്തിക്കല്ലോ, ഓക്കെ ഏത് വീഡിയോ ഇറക്കണം. അപ്പൊ നമ്മള് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടി കൂടും. അപ്പൊ അതിനൊക്കെ വേണ്ടി പിന്നെ അതിനൊക്കെ വേണ്ടിയാണ് ആക്ച്വലി അതന്നെ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങള് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് അല്ലേ, പിന്നെ കൂടുതൽ വീഡിയോസ് ഇനിയും ഈ ചാനലില് വരും. ഈ ചാനലിന്റെ പേര് പറയാത്ത ആളാണ് ഇതൊരു പേര് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എത്രയും വേഗം ഞങ്ങളൊരു പേര് ജേണലിന്നൊക്കെയാണ് നമ്മള് ജേണൽ ബൈ ലൈഫ് ജേണൽ ബൈ നിമു ആൻഡ് അരു, ഞങ്ങൾ തന്നെ വിളിക്കുന്നതാണ് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു പേരിടണതാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ പേരിട്ടതിന് ശേഷമായിരിക്കും ഈ വീഡിയോ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കാണാം. ഇതാണ് ഫസ്റ്റ് വീഡിയോ തന്നെ, ഇൻട്രോഡക്ടറി വീഡിയോ എന്നുള്ള രീതിക്ക്. അപ്പൊ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ഇതേപോലെ തുടങ്ങാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ എത്രയൊക്കെ തന്നെ ഉള്ളൂ, അങ്ങ് തുടങ്ങാ. ഉള്ള അറിവും ഉള്ള ഫോണും ഉള്ളതും വെച്ചിട്ട് അങ്ങ് തുടങ്ങാ. ഇതന്നെ എന്താണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു. പിന്നെ കാണാം. ബൈ ബൈ.